ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് പരിചയപ്പെടാം. അതാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയും. ജലം ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക? ഞാൻ ആദ്യം ജസ്റ്റ് ഇതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞതിന് ശേഷം ഇത് ചെയ്യേണ്ടതായിട്ടുള്ള രീതി, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കില് ജലം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് മുഴുവനും എന്ത് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ എനർജിയാൽ നിറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും എന്തുണ്ട്? എനർജി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക്, ചിന്തകൾക്ക്, ഇതെല്ലാത്തിനും ഒരു എനർജി ഉണ്ട്. ഇതെല്ലാം ഒരു പ്രത്യേക ഫ്രീക്വൻസിയില് നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് തരംഗങ്ങളായിട്ട് പോയി അവിടെ നിന്നും അതിന് മാച്ചായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് എന്തിനേയും ആഗിരണം ചെയ്യാനായിട്ട്, അബ്സോർബ് ചെയ്യാനായിട്ട് കഴിവുള്ളതാണ് എന്നറിയാം. ഇത് ജപ്പാനിലുള്ള ഒരു സയന്റിസ്റ്റ് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാം അറിയാലോ. ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അദ്ദേഹം 1-2 ഡ്രോപ്സ് മെഡിസിൻ അതിലേക്ക് ഒഴിച്ചു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? വെള്ളം അതിനെ ആഗിരണം ചെയ്യും. ഈ മെഡിസിന് പകരം 1-2 തുള്ളി പോയിസൺ, വിഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോഴും വെള്ളം അതെന്ത് ചെയ്തു? അതിനെ ആഗിരണം ചെയ്യപ്പെട്ടു. അതായത് അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും വേർതിരിക്കാനുള്ള കഴിവില്ല. എന്തിനേയും ആഗിരണം ചെയ്യും, എന്തിനേയും അബ്സോർബ് ചെയ്യുന്നതാണ് വെള്ളം. മെഡിസിൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും പോയിസൺ, വിഷം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുമാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ജലം നമ്മുടെ കൈകളിൽ എടുത്ത് നമ്മൾ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ഉരുവിടുക. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് ആ ജലം എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുക എന്ന് പറയും. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുത്തുകൊണ്ട് ആ വെള്ളം അതിനെ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ജലം നമ്മൾ കുടിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലേക്ക് ആ ജലം ചെല്ലുമ്പോൾ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു തരംഗം, ആ ഒരു എനർജി പ്രവഹിക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ ആഗിരണം ചെയ്യപ്പെടുന്നത് വഴി. അപ്പോ ഇതാണ് ഇതിന്റെ പിന്നിലെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം. ഇനി ഇത് 2 രീതിയിൽ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ആ 2 രീതി ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന്, സാധാരണ രീതിയിൽ, അതായത് ഇപ്പോ നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം. അപ്പൊ ഇതുപോലൊരു ചില്ല് ഗ്ലാസ് ആണ് അതിന് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ചില്ല് ഗ്ലാസ് ആണ് കുറച്ചുകൂടി പോസിറ്റിവിറ്റിയെ പെട്ടെന്ന് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇനി അത് പ്രശ്നമൊന്നുമില്ല, സ്റ്റീൽ ഗ്ലാസ് ആയിരുന്നാലും പ്ലാസ്റ്റിക്, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം, അപ്പൊ സാധാരണ ഇപ്പോ ഒരു കപ്പില് ഇതേപോലെ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളം കേട്ടോ. ഇത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം അതിനായിട്ട് ഉപയോഗിക്കാം. അതായത് ഫിൽട്ടർ ചെയ്യപ്പെട്ട ഒരു വെള്ളം ഉപയോഗിക്കാം. സാധാരണ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് ജ്യൂസ് അല്ലെങ്കിൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ജലം എന്ന് പറഞ്ഞാൽ ജലമായി മാത്രം. ഇനി അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ, അതാ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ആ ഒരു വെള്ളം ഒഴിക്കുന്നു. കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നു. ഇനി ഇത് 2 കൈകളും കൊണ്ട് ഈ ഒരു ഗ്ലാസ് അത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചാർജ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ജലത്തിലേക്ക് നോക്കി നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത 55 into 5, അതുപോലെ തന്നെ 369 ടെക്നിക്ക്
ഇതിലൊക്കെ ഒരേ സമയം ഒരു ആഗ്രഹം മാത്രമല്ലേ നമുക്ക് പറയാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ വാട്ടർ മാനിഫെസ്റ്റേഷന്റെ പ്രത്യേകത ഒരേ സമയം ഒന്നിലധികം ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഈ ജലത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്. ഉദാഹരണത്തിന് ജോലി, വിവാഹം, ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ, നല്ല കുടുംബ ബന്ധം, ഇതെല്ലാം, പണം, വീട്, വാഹനം എന്ന് വേണ്ട നിങ്ങൾക്ക് ആവശ്യമായ എല്ലാം പറയാം. അതായത് ഇപ്പൊ ഈ ഒരു ജലം കയ്യിലെടുത്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. എന്നിലേക്ക് ധാരാളം പണം, സമ്പത്ത്, വ്യക്തിബന്ധങ്ങൾ, നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദിവസവും ഉന്മേഷവതിയായിരിക്കുന്നു. എനിക്ക് നന്നായി ആശയവിനിമയം ചെയ്യാനുള്ള എന്റെ കഴിവ് ദിനം പ്രതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ശരീരം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ശരീര രീതി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ള എന്റെ കരിയറില് ദിനം പ്രതി കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. എന്റെ ചിന്തകൾക്കും എന്റെ പ്രവൃത്തിയിലുമെല്ലാം പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു. നല്ല ഒരു കുടുംബ ബന്ധം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്റെ കുട്ടികൾ നല്ല അനുസരണശീലം ഉള്ളവരായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷനുകൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം കേട്ടോ, അതെല്ലാം അതിനകത്ത് പറയാം. ഇനി ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. അതായത് ഇപ്പൊ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയറിങ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും സ്വഭാവ കാര്യങ്ങളെ മാറ്റിയെടുക്കണം എന്നുണ്ട് എങ്കിലും നമുക്ക് ഇത് നമ്മൾ കുടിക്കുന്നതിന് പകരം ഇതുപോലെ ചാർജ് ചെയ്തിട്ട് അവർക്ക് അത് കുടിക്കാനായിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പൊ ഹസ്ബൻഡ് എപ്പോഴും ശുണ്ടി എടുക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കണം എന്നുള്ളതാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് പറയാം, ഹസ്ബൻഡിന് എന്നോട് ഇപ്പൊ കൂടുതൽ കെയറിങ്, സ്നേഹം എന്നോട് തോന്നുന്നതിന് നന്ദി, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹം എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ആ പ്രൊവൈഡ് ചെയ്ത ശേഷം ഒന്ന് കണ്ണടച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, ഒന്ന് മനസ്സിൽ കാണുക. ശേഷം എന്ത് ചെയ്യുക? ഈ വെള്ളം കുടിക്കുക. ഒറ്റ തവണയായിട്ട് അത് കുടിച്ചു തീർക്കണം എന്നൊന്നുമില്ല. നമ്മൾ കുടിക്കാനായിട്ട് എടുത്തിരിക്കുന്ന വെള്ളം അത് നമ്മൾ കുടിച്ചു തീർക്കുക എന്ന് മാത്രം. ഇനി ഇത് ആർക്കാണോ നമ്മൾ ആ ഒരു മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇത് കൊടുക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ. അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നവര് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തി കേട്ടോ, മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനകരമാകും. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരട്ടെ. രണ്ടാമത്തെ മെത്തേഡ് വാട്ടർ ബോട്ടിൽ ടെക്നിക്കാണ്. വാട്ടർ ബോട്ടിൽ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നമ്മൾ അഫർമേഷൻ ബുക്കിൽ പോസിറ്റീവ് അഫർമേഷൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ അഫർമേഷൻ ബുക്ക് എടുത്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ എഴുതി വെച്ചിരിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ, ആ സെന്റൻസുകളെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതണം. നമ്മൾ അതൊരു ബുക്കിലല്ലേ അത് എഴുതി വെച്ചിരുന്നത്, അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ വാട്ടർ ബോട്ടിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി ഏതാണോ അത് ചില്ലാവണമെന്നൊന്നും ഇല്ല കേട്ടോ. അതിപ്പോ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, വാട്ടർ ബോട്ടിലാണ്, അപ്പൊ നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിൽ ഏതാണോ അതില് ഇതുപോലെ തന്നെ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ഒട്ടിച്ചു വെക്കുക. ഈ ഒരു ബോട്ടിലിന് ചുറ്റുമായിട്ട് നമ്മൾ അത് ഒട്ടിച്ചു വെക്കുക. അപ്പൊ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ പേപ്പറിന്റെ വലിപ്പം അത് കുഴപ്പമില്ല, അത് അങ്ങനെ ഇരുന്നോട്ടെ. അത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ, ഇപ്പൊ ഇതിനകത്ത് ഞാനൊന്നും എഴുതി ഒട്ടിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വെള്ളത്തില് നമ്മൾ ഈ ഒരു ബോട്ടിലില് എന്ത് ചെയ്യുക, ആ അഫർമേഷൻ എഴുതിയ പേപ്പറാണ് അത് ഒട്ടിച്ചു വെച്ചതിന് ശേഷം നമ്മൾ അത് വായിക്കുക. ആ അഫർമേഷൻ ആദ്യം നമ്മൾ ഒട്ടിച്ചു വെച്ചതിന് ശേഷം ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എഴുതിയ പേപ്പർ വായിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അത് ഒട്ടിക്കുന്നു. ആ വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്ത് പിടിക്കുന്നു.
ഇതുപോലെ തന്നെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. അതായത് ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ആ ജോലിയുടെ കാര്യത്തില് ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളതിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറായി എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടായി, നന്ദി. ഞാൻ ദിനം പ്രതി കൂടുതൽ ആരോഗ്യവതിയായിരിക്കുന്നു, നന്ദി. അപ്പൊ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, എന്റെ സ്വപ്ന ഭവനം ഞാൻ സാക്ഷാത്കരിച്ചു, നന്ദി. എന്റെ കുട്ടികൾ വളരെ അനുസരണാശീലമുള്ളവരായി, നന്ദി. അവർ നന്നായി പഠിക്കുന്നതിനും നല്ല രീതിയിൽ പെരുമാറുന്നതിനും നന്ദി. എന്റെ കുടുംബാംഗങ്ങൾ എന്റെ അടുത്ത് നല്ല രീതിയിൽ നല്ല കെയറിങ് എനിക്ക് നൽകുന്നതിന് നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നല്ല ഒരു ജോലി ചെയ്യുന്ന അന്തരീക്ഷം, നല്ലൊരു വർക്കിംഗ് എൻവിറോൺമെന്റ് എനിക്ക് ലഭിച്ചതിന് നന്ദി. അതിൽ തന്നെ എന്റെ കൊളീഗ്സ് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം, ഒത്തൊരുമ ഇതെന്നും നിലനിൽക്കുന്നതിന് നന്ദി. ഇങ്ങനെയുള്ള അഫർമേഷനുകൾ എന്തൊക്കെയാണോ, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഒന്ന് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ മാറ്റിവെക്കുന്നു. രാത്രി കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഈ വാട്ടർ ബോട്ടിൽ എടുക്കുന്നു. അതിൽ അഫർമേഷൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, രാവിലെ എഴുന്നേക്കുന്ന വഴിയെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം, അത് നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുടിക്കുന്നു. ഇതും ഇതുപോലെ തന്നെ ഒറ്റ വലിക്ക് മുഴുവൻ ബോട്ടിലെ വെള്ളം അവിടെ ഇരുന്ന് കുടിക്കണം എന്നില്ല. 1 മണിക്കൂർ 2 മണിക്കൂറിനകം ഒന്നും കുടിച്ചു തീർക്കണം എന്നില്ല. ഇത് നിങ്ങളുടെ ഡേ ടൈമിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് കുടിച്ചു തീർക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് നിങ്ങൾക്ക് വെള്ളം നിറയ്ക്കാം. അപ്പൊ വീണ്ടും പേപ്പർ മാറ്റണം എന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിയുമ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ പേപ്പർ മാറ്റാം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് ഒന്നും അല്ല. അപ്പൊ അതനുസരിച്ച് വീണ്ടും നമുക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പേപ്പർ മാറ്റിയിട്ട് പുതിയ അഫർമേഷൻ എഴുതി ചേർക്കാം. ഇതിനോടകം നിങ്ങളുടെ ഏതെങ്കിലും ഒരു അഫർമേഷൻ അതിനകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതിന് നന്ദി പറഞ്ഞിട്ട് അടുത്ത നടക്കാനുള്ള ലക്ഷ്യം നിങ്ങൾക്ക് വീണ്ടും എഴുതി ചേർക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇങ്ങനെ എഴുതി വെക്കുന്ന ഈ ബോട്ടില് ജോലി സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ, ചിലപ്പോ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്, ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കും, കാണും, ഇതെന്താ സംഭവം എന്ന് ചോദിക്കും. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ അത് പുറത്തേക്ക് ആ ബോട്ടിൽ കൊണ്ടുപോകണ്ട, അത് വീട്ടിലിരുന്നോട്ടെ. നിങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാം. അപ്പം നിങ്ങളുടെ പ്രൈവസി പോലെ അത് ചെയ്യുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് അത് തന്നെയല്ല ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടി. അപ്പൊ അറിവുകൾ കിട്ടുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൂടി കൊടുക്കുമ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നത്, അല്ലെ? അപ്പോ ഞാനും അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഉള്ള അറിവുകൾ ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. അപ്പോ 55x5 മെത്തേഡും അല്ലെങ്കിൽ 369 ടെക്നിക്കും എല്ലാം പവർഫുൾ ആണ്. ഇപ്പൊ അത് പറയുമ്പോൾ തോന്നും ഇയാൾ എന്താ എല്ലാ വീഡിയോയിലും ഇതെല്ലാം പവർഫുൾ ആണ്. ഇപ്പൊ കൺഫ്യൂഷൻ ആവുന്നു ഏത് ചെയ്യണം എന്നുള്ളത്. വേണ്ട, കാരണം നമ്മളെല്ലാ മെത്തേഡും പരിചയപ്പെടുത്തണം, അല്ലെ? എന്നിട്ട് നമുക്ക് നമ്മുടെ സമയം, നമ്മളുടെ ആഗ്രഹത്തിന്റെ തീവ്രത, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി, ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അതിൽ 1ഓ 2ഓ ടെക്നിക്ക് മാത്രമാണ് ചെയ്യുക. ഇപ്പൊ ഞാനും എല്ലാ മെത്തേഡും നിങ്ങളെ കാണിച്ചു എന്ന് കരുതിക്കൊണ്ട് ഡെയിലി ലൈഫിൽ ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഒരു ദിവസം നമുക്കിത് മുഴുവനും എല്ലാ ലോ ഓഫ് അട്രാക്ഷന്റെ മുഴുവൻ ടെക്നിക്കും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാന്ന് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ദ ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോ ആ ഒരു മെത്തേഡിനെ അപേക്ഷിച്ച് വാട്ടർ മാനിഫെസ്റ്റേഷന്റെ പ്രത്യേകത ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു ടെക്നിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്